നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കോട്ടകളിലൊക്കെ BJP സ്ഥാനമുറപ്പിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. ഇപ്പോൾ പ്രശാന്ത് കിഷോറും അത് പറയുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള പശ്ചിമ ബംഗാളിലടക്കം BJP ഒന്നാം സ്ഥാനത്തെത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ പരാമർശം. PTIക്ക് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ പ്രശാന്ത് കൃഷ്ണൻ വരെ അത്തരത്തിൽ സംസാരിച്ചിരിക്കുന്നു. വോട്ട് വിഹിതത്തിൻ്റെ പാർട്ടിക്ക് വൻ കുതിച്ചുചാട്ടം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. വോട്ട് വിഹിതത്തിൻ്റെ കാര്യത്തിൽ തമിഴ്നാട്ടിലായിരിക്കും BJP 2 അക്ക വോട്ട് ഷെയറിലെത്താൻ പോകുന്നത്. തെലങ്കാനയിൽ BJP ഒന്നാമതോ രണ്ടാമതോ എത്തുവാനുള്ള സാഹചര്യമുണ്ടോ എന്ന് പറയപ്പെടുന്നു. മറ്റൊന്ന് ഒഡീഷയിൽ BJP ഒന്നാമതെത്തുമെന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്പർ 1 പാർട്ടിയായി മാറാൻ പോകുന്നത് മറ്റൊരു പാർട്ടിയുമല്ല, BJP ആണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ 520 ലോക്സഭാ സീറ്റുകളിൽ 400 സീറ്റ് നേടുന്നത് BJP ആയിരിക്കും എന്നുള്ള പ്രവചനങ്ങൾ വരുന്നു. 370 സീറ്റുകളെങ്കിലും BJP നേടുമെന്ന് തന്നെയാണ് പ്രശാന്ത് കിഷോറിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അത്തരത്തിൽ 543 അംഗ ലോക്സഭയിൽ തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, കേരളം എന്നിവിടങ്ങളിൽ നിന്ന് 204 സീറ്റുകൾ ഉണ്ടായിരിക്കും. 2014-19 തെരഞ്ഞെടുപ്പുകളിൽ ഈ സംസ്ഥാനങ്ങളിലെല്ലാം 50 സീറ്റ് കടക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് മറന്നു പോകരുത്. അവിടെയാണ് ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്നത്. ഉത്തരേന്ത്യയിലും പടിഞ്ഞാറൻ ഇന്ത്യയിലും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളെ പിടിച്ചു നിർത്തുവാനുള്ള ശ്രമങ്ങൾ BJP വളരെ വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. BJPയുടെ വളർച്ച എന്ന് പറയപ്പെടുന്ന തടയാൻ അവസരം ലഭിച്ചിട്ടും പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് വരെ തടഞ്ഞില്ല എന്നുള്ളതാണ്. BJP എന്ന് പറയപ്പെടുന്നത് BJPയുടെ പിന്നാക്കാവസ്ഥയിൽ എല്ലാപ്പോഴൊക്കെ ആ അവസരം മുതലെടുക്കുന്നതിൽ പ്രതിപക്ഷം എപ്പോഴും തകർന്നു പോയിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് പരാജയപ്പെട്ടു പോകുന്നൊരു കാഴ്ച. അസമിലൊഴികെ മറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലൊക്കെ പരാജയപ്പെട്ടതോടെ 2015-16 തെരഞ്ഞെടുപ്പിൽ തരിശായിട്ടുള്ള നിലം പോലെയായി മാറിയിരുന്നു BJP. പ്രതിപക്ഷം തന്നെയാണ് അന്ന് BJPക്ക് തിരിച്ചുവരാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് എന്നുള്ളതാണ് വസ്തുത. ഈ വർഷം 2024 തെരഞ്ഞെടുപ്പിൽ BJPക്ക് പരാജയഭീതി ഉണ്ടായേക്കാം, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ 100 സീറ്റെങ്കിലും കുറയുമെന്ന് ഇന്ത്യ സഖ്യത്തിന് ഉറപ്പാക്കാൻ സാധിക്കണം. അത് കഴിയില്ല. എന്നാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് പശ്ചിമ ബംഗാൾ മാത്രമല്ല, പശ്ചിമ ബംഗാളിലേക്ക് വീണ്ടും ഒരു വലിയ മുന്നേറ്റം നടത്താൻ BJPക്ക് ആകുന്ന ഒരു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. എവിടെയാണോ പരാജയ ഭീതി ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ മേഖലകളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പ്രതീതി ഉണ്ടാക്കാൻ പോലും ഇന്ത്യ മുന്നണിക്കോ പ്രത്യേകിച്ച് കോൺഗ്രസിനോ കഴിയുന്നില്ല എന്നുള്ളത് തിരിച്ചടിയാണ്. ഒരു പ്രതിപക്ഷം എന്നുള്ളത് ഉണ്ടാക്കിയെടുക്കുവാൻ പോലും കഴിയാത്തവണ്ണം തകർന്നു പോയിരിക്കുന്നു. മാത്രമല്ല, തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പരാജയം ഞങ്ങൾ സമ്മതിച്ച് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയും മാറുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അത് വസ്തുതകളാണ്. കാരണം 543 വരുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളുമായി മുന്നോട്ട് പോകുന്ന BJPയെ നമുക്ക് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ വളരെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങ് ദക്ഷിണേന്ത്യയിൽ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കർണാടകയിലും കൂടാതെ കേരളത്തിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നേറ്റം നടത്തുന്നത് BJP ആണെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അങ്ങനെ ഒരു വൻ തേരോട്ടം നടത്തുകയാണ്. ഇന്ത്യയിൽ ആകമാനം വളരെ കൃത്യമായിട്ടുള്ള എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുവാൻ BJPക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ പ്രശാന്ത് കിഷോർ അടക്കമുള്ളവർ പറയുന്നതും. കാരണം BJP എന്ന് പറയപ്പെടുന്നതിൽ ഇനി ഒരിക്കലും പിന്നോട്ട് പോകേണ്ട ഒരു കാലാവസ്ഥയല്ല 2024 എന്ന് പറയപ്പെടുന്നു. അവിടെ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ വാരിക്കൂട്ടിയെടുക്കുന്ന സീറ്റുകളൊക്കെ തിരിച്ചു പിടിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ശക്തി കേന്ദ്രങ്ങളായി BJPയുടെ കേന്ദ്രങ്ങളായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പോകുന്നു. തൃണമൂൽ കോൺഗ്രസ് അടക്കം തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു. പശ്ചിമ ബംഗാളിലെ കഴിഞ്ഞ 35 വർഷങ്ങളിൽ ഭരിച്ചു മുടിച്ചു വച്ചിരുന്ന ഒരു സംവിധാനമാണ് CPM എന്ന് പറയപ്പെടുന്നത്. ഇന്നവിടെ കാണാനില്ലാത്തൊരു പാർട്ടിയായി മാറിയിരിക്കുന്നു കോൺഗ്രസും CPM ഒക്കെ. ഇനി അവിടെ ഇല്ലാതാകാൻ പോകുന്നത്, നശിക്കാൻ പോകുന്നത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആണ്. അതുകൂടി മുച്ചൂട് മുടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോൾ ഈ വരുന്ന 2024 തിരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിലെ ലോക്സഭാ സീറ്റുകളിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും BJPക്ക് അധിനിവേശം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. അതുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് ഇത് അനുകൂല കാലാവസ്ഥയാണ് BJPക്ക് എന്നുള്ളതാണ്. പ്രതിപക്ഷം എന്നുള്ളത് ചിലപ്പോൾ ഇല്ലാതാകുന്ന ഒരു കാലാവസ്ഥ കൂടിയായിരിക്കും ഇത്. അങ്ങനത്തെ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇതെന്ന് പറയേണ്ടി വരുന്നു. 2024 ജൂൺ മാസം 4 കഴിയുമ്പോൾ ജൂൺ 10 ഒരു മന്ത്രിസഭ ഉണ്ടാകും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ. ആ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലുണ്ടാകുന്ന മന്ത്രിസഭയ്ക്ക് പക്ഷേ അവർക്ക് ഏകാധിപതികളെ പോലെ ഭരിക്കാൻ കഴിയും. ഒരു പ്രതിപക്ഷം എന്നുള്ളത് ഉണ്ടാകുവാനുള്ള സാധ്യത പോലുമില്ല. കാരണം ഈ പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി പോലും ചിലപ്പോൾ വയനാട്ടിൽ തോറ്റുപോയേക്കാം.
അതിനുള്ള സാധ്യതകൾ കൂടി വരുന്നുണ്ട്. അങ്ങനെ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ പാലം ഭരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ രാഹുൽ ഗാന്ധിക്ക് പിന്നെ മത്സരിക്കാൻ ഒരിടമില്ലാതെ ഈ രാജ്യം വിടേണ്ട അവസ്ഥയിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാതെ ഏകാധിപതികളെപ്പോലെ ഭരിക്കുവാനതാ ഒരു അവസരം, ഒരു സുവർണാവസരം ബി ജെ പിക്ക് ലഭിക്കാൻ പോകുന്നു 2024. അതിൻ്റെ സൂചനകൾ വരുന്നു. ആകെയുള്ള ഒരു പ്രതിപക്ഷമായി നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. ആ തൃണമൂൽ കോൺഗ്രസ് പോലും തൃണമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പിയുടെ വലിയ മുന്നേറ്റം നടക്കാൻ പോകുന്നു. ആ സാഹചര്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു ബമ്പർ ലോട്ടറിയായിട്ട് മാറുകയാണ് ബി ജെ പിക്ക് എന്നുള്ളത്.